السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അള്ളാഹു നമുക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ അള്ളാഹു സകലാനുഗ്രഹങ്ങളും നമുക്ക് നൽകുകയും പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുകയും ആ റമളാനിൽ ധാരാളം ഇബാദത്തുകളുമായി ബന്ധപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആഇന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകളെ അള്ളാഹു സഫലീകൃതമാക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മത്സ്യവ്യാപാരിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മത്സ്യം വിറ്റ് കിട്ടുന്ന തുക കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ മക്കളെയുമൊക്കെ അദ്ദേഹം ഊട്ടിയിരുന്നത്. ഒരിക്കൽ അദ്ദേഹം മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് രാജസേവകരിൽപ്പെട്ട ഒരാൾ അയാളുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ മത്സ്യം തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതായത് പൈസയൊന്നും നൽകാതെ അതിനെ അക്രമപരമായി പിടിച്ചെടുക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, തരില്ല, കാരണം ഇത് വിറ്റിട്ട് ഇതിൻ്റെ തുകയാണ് എൻ്റെ ഭാര്യയും മക്കളെയുമൊക്കെ എനിക്ക് ഊട്ടിപ്പിക്കാനുള്ളത്, അവർക്ക് ഭക്ഷണവും മറ്റുമെല്ലാം കൊടുക്കാനുള്ളത്. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. ഈ രാജസേവകരിൽപ്പെട്ട ആ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മീൻ ശക്തമായി പിടിച്ചു വാങ്ങുകയും ഇദ്ദേഹത്തിനെ ശക്തമായി ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ മീനുമായി അയാൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, കടന്നു പോകേണ്ട താമസം ഇദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ചെയ്തു, അള്ളാഹുവേ, അയാളെ നീ ശക്തനായിട്ടാണ് സൃഷ്ടിച്ചത്, എന്നെ നീ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചത്. പടച്ചവനെ, എൻ്റെ കയ്യിൽ നിന്നും അക്രമപരമായി ഇയാൾ മീൻ തട്ടിയെടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. ആയതിനാൽ അള്ളാഹുവേ, നീ അങ്ങ് ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ എനിക്ക് കൃത്യമായി നീതി നടപ്പിലാക്കണമേ പടച്ചവനെ എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി അയാൾ ദുആ ചെയ്യുകയാണ്. ഈ രാജസേവകരിൽപ്പെട്ട ഈ പട്ടാളക്കാരൻ, അതല്ലെങ്കിൽ ആ പോലീസുകാരൻ, ആ മീനുമായി തൻ്റെ വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു ഇത് വേവിച്ചു തരാൻ. അങ്ങനെ അവർ പാകം ചെയ്ത് ഭക്ഷണത്തലികയിലാക്കി അയാളുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഇയാളിങ്ങനെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ മീനിൻ്റെ വായയിൽ ഇയാളുടെ വിരൽ അകപ്പെടുകയാണ്. അയാൾ ഒരുപാട് ശ്രമം നടത്തി ആ വായയിൽ നിന്നും അതിനെ ഊരിയെടുക്കാൻ വേണ്ടി, പക്ഷേ നടന്നില്ല. അങ്ങനെ നാട്ടിലെ പ്രസിദ്ധനായ ഭിഷഗ്വരൻ്റെ അടുക്കലേക്ക് ചെന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വിരൽ മുറിച്ചു മാറ്റാതെ ഇതിൽ നിന്നും രക്ഷയില്ല. തീർച്ചയായും വിരൽ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ആ വേദന കയ്യിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയാളുടെ വിരൽ മുറിച്ചു മാറ്റി. പക്ഷേ അസഹനീയമായ വേദന അയാൾക്ക് പിടിപെട്ടുകൊണ്ടേയിരുന്നു. പിന്നീട് ആ വേദന മാറാൻ അയാൾ കൈയുടെ മുൻകൈ ഈ കുഴവരെ മുറിച്ചു കളഞ്ഞു. വീണ്ടും ശക്തമായ വേദന അനുഭവപ്പെട്ടു. മുട്ടുവരെയും പിന്നീട് തോളുവരെയുമെല്ലാം അയാൾ കൈ മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥ വന്നു. അവസാനം കൈയുടെ ഒരംശം പോലും ഇല്ലാതെ തോള് വെച്ച് അയാളുടെ കൈ മുഴുവനായി മുറിച്ചു മാറ്റപ്പെടേണ്ടെന്ന ദുർഗതി വന്നു. അങ്ങനെ അയാൾ വിഷണ്ണനായി ദുഃഖത്തിൻ്റെ തീവ്രതയിൽ അയാൾ ഒരു മരത്തണലിൽ ഇരുന്നുറങ്ങുമ്പോൾ അയാൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി. സ്വപ്നം ഇപ്രകാരമാണ്: നിങ്ങൾ അധർമ്മമായി, അക്രമപരമായി നിങ്ങൾ പിടിച്ചെടുത്ത ആ മത്സ്യത്തിൻ്റെ ഉടമയെ നിങ്ങൾ തൃപ്തിപ്പെടുത്തൂ എന്നതായിരുന്നു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതല്ലെങ്കിൽ സ്വപ്നം അപ്രകാരമായിരുന്നു. അങ്ങനെ അയാൾ ഞെട്ടി ഉണർന്ന് ആ മത്സ്യവ്യാപാരക്കാരനായ ആളെ തെരഞ്ഞുപിടിക്കുകയാണ്. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ അയാളെ കണ്ടെത്തി. അയാളുടെ അടുക്കൽ അയാൾ കരഞ്ഞ് കേണപേക്ഷിച്ച് കാലു പിടിച്ചുകൊണ്ട്, നമ്മൾ പറയില്ലേ, കാലു പിടിച്ച് അയാളുടെ മുന്നിൽ ക്ഷമാപണം നടത്തി. അവസാനം അയാൾ പൊരുത്തപ്പെട്ടു കൊടുത്തു. അങ്ങനെ ഇയാളുടെ കീശയിൽ നിന്നും പൈസ എല്ലാം എടുത്തു കൊടുത്തു. പിന്നീട് ആ വേദനയുടെ ആ ശക്തിയെല്ലാം കുറഞ്ഞ് അയാൾപ്പം ആശ്വാസത്തോടുകൂടി അയാൾ കിടന്നുറങ്ങി. പിന്നീട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാൾക്ക് ആ കൈ മടക്കി കൊടുത്തു എന്ന് ചരിത്രങ്ങളിലൂടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് ആഖിറത്തിൽ നമുക്ക് ഇരുൾ നിറഞ്ഞതായി വരുമെന്നുള്ളതാണ്.
നാളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുമ്പോൾ അക്രമിയുടെ കാല് വഴുതിപ്പോകുമെന്നാണ്. ആളുകളുടെ എല്ലാം കാലുകൾ വഴുതിപ്പോകുന്ന ദിവസമാണെന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാൽ അക്രമിയുടെ കാല് വഴുതി ജഹന്നം എന്ന നരകത്തിൽ അവൻ പതിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അക്രമം ഉണ്ടാകാൻ പാടില്ല. ഒരാളെ നാം ആക്രമിച്ചാൽ ആ ആക്രമിക്കപ്പെട്ടവന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ എപ്രകാരമായിരിക്കും? അയാൾ നീറുന്ന മനസ്സോടെ പടച്ച തമ്പുരാന്റെ മുന്നിൽ ദുആ ചെയ്താൽ അയാളുടെ കണ്ണുനീർ തുള്ളികൾ ഈ ഭൂമിയിലേക്ക് അഗ്നിജ്വാലകളായി വന്ന് നമ്മളെ കരിച്ചു കളയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വീടും കൂടും എല്ലാം നശിപ്പിക്കപ്പെട്ട് പാവപ്പെട്ട ഫലസ്തീനിലെയും അതോടൊപ്പം തന്നെ ഗസയിലെയും ഒക്കെ സാധാരണക്കാരനായ ആളുകൾ അവരുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, യാ റബ്ബ് യാ റബ്ബ്, അള്ളാഹുവെ, ഞങ്ങൾ ലോകത്തിനോടല്ല സഹായം അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് സഹായം നൽകേണ്ടത് നീയാണ് പടച്ചോനെ എന്ന് ദുആ ചെയ്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കണ്ണീർ കണങ്ങളെ തീജ്വാലകളായി ഭൂമിയിലേക്ക് തിരിച്ചയച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. തീർച്ചയായും അക്രമകാരികളായ ആളുകളുടെ ഈ അക്രമ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അള്ളാഹു അശ്രദ്ധനായി കഴിയുകയാണെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഇവരെ എന്താണ് അള്ളാഹു കൈകാര്യം ചെയ്യാത്തത് എന്ന നിലയിൽ നിങ്ങൾ അള്ളാഹു അശ്രദ്ധനായി കഴിയുകയാണ് എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? തീർച്ചയായും ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തുള്ളിപ്പോകുന്ന, കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു നാളിലേക്ക് അവരെ പിന്തിച്ചു വിടുന്നു എന്ന് മാത്രം. അപ്രകാരം ഈ അക്രമക്കാരികളായ ആളുകൾ പാവപ്പെട്ട സാധുക്കളായ ആളുകളെ അവരുടെ കയ്യൂക്കും അവരുടെ അധികാരവും അവരുടെ സമ്പത്തും അവരുടെ ആയുധവും അവരുടെ ആയുധബലവും അവരുടെ അധികാരത്തിൻ്റെ ബലവുമെല്ലാം വഴിതടയിലും അക്രമവും അപവാദ പ്രചരണങ്ങളുമെല്ലാം അഴിച്ചുവിട്ടുകൊണ്ട് ശക്തമായ പ്രഹരമേൽപ്പിച്ച് അതിശക്തമായി അവരെ മുറിവേൽപ്പിച്ച് അതിദാരുണമായി കഴിഞ്ഞുകൂടിയ ഒരു വിഭാഗത്തിനെ ഇപ്രകാരം ആക്രമിക്കുന്നത് കണ്ടിട്ട് അള്ളാഹു അശ്രദ്ധനായി കഴിയുകയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അവരുടെ പ്രാർത്ഥനകളും അവരുടെ കണ്ണുനീരുകളും അവരുടെ പ്രയാസങ്ങളുമെല്ലാം പടച്ച തമ്പുരാൻ കേട്ടു. എന്നിട്ട് ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, ഒരധികാര സ്രോതസ് കൊണ്ടും കൃത്യമായി അതിനെ പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അതിശക്തമായ തീജ്വാലകൾ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുമെന്നാണ്. അതല്ലെങ്കിൽ അപ്രകാരം അത്തരം ഒരു സംഗതികൾക്ക് വേണ്ടി അള്ളാഹു അവരെ പിന്തിപ്പിച്ചു എന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അക്രമം വലിയ പ്രശ്നമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളെയും ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. മാന്യമായി വർത്തമാനം പറഞ്ഞ് തീർപ്പാക്കേണ്ടതെല്ലാം മാന്യമായ വഴിയിലൂടെ മാത്രമാണ് തീർപ്പാക്കേണ്ടത്. അക്രമപരമായി ഒരാളെയും നാം എതിരിടാൻ പാടുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞു, അല്ലാഹു അസീസുൻ ദുൻതിഖാം, അള്ളാഹു പ്രതാപിയും ദുഷ്ടന്മാരോട് പ്രതികാരം ചെയ്യുന്നവനുമാണ് എന്നാണ്. അക്രമം കാണിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രതികാര നടപടികൾ തീക്ഷ്ണമായിരിക്കും, അത് കഠിനമായിരിക്കും, വേദനാജനകമായിരിക്കും. അത് താങ്ങാനുള്ള ശേഷിയൊന്നും നമുക്കുണ്ടാകുകയില്ല സഹോദരങ്ങളെ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. തഹ്മലു അലൽ ഗമാം, അത് മേഘത്തിൻ്റെ കീഴിലാണ്, അത് മേഘക്കൂട്ടങ്ങൾക്കിടയിലാണ്. വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാ, ആകാശത്തിൽ അതിനുവേണ്ടി വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. ആ പ്രാർത്ഥനകൾ, ഈ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആകാശങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി യജമാനായ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് അതെത്തും. അപ്പോൾ അള്ളാഹു പറയും, ബഇസ്സതി വജലാലി ലഅൻസുറന്നക, എൻ്റെ പ്രതാപത്തെയും പ്രൗഢിയെയും തന്നെയാണ് സത്യം, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അള്ളാഹു പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അക്രമിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം
നമ്മളൊരാളെ ആക്രമിച്ചാൽ, അയാളുടെ മനസ്സ് നീറിയാൽ, അയാളുടെ മനസ്സ് പൊട്ടിപ്പോയാൽ അയാൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് നനയ്ക്കാൻ കഴിയുകയില്ല, നമുക്ക് ആലോചിച്ചെടുക്കാൻ കഴിയുകയില്ല. അയാളുടെ വായിൽ വരുന്നതെല്ലാം പടച്ചവനോട് പരാതി പറയും. ആ പരാതി പറയുന്നത് കേട്ടിട്ട് അള്ളാഹു തീർച്ചയായും പറയും, ലാ അൻസുറന്നക്, നിന്നെ ഞാൻ സഹായിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ് ആ അക്രമിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളുമെല്ലാം നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. ലാ യമൂതു ളാലിമുൻ ഫിദ്ദുനിയ ഹത്താ യൻതഖിമുല്ലാഹു മിൻഹു. അക്രമകാരികളായ ആളുകൾ പകരം ചോദിക്കപ്പെടാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയില്ല എന്നതാണ്. എത്ര ഗൗരവപരമാണ്. മറ്റൊരു ഹദീസിലൂടെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, അക്രമകാരിയുടെ പ്രാർത്ഥന നിങ്ങൾ ഭയപ്പെടണമെന്ന്, സൂക്ഷിക്കണം. ഫൈന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ, ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയുണ്ടാകുകയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ആയതിനാൽ നമ്മുടെ കയ്യൂക്കും അധികാരവും സ്വാധീനവും നമ്മുടെ സാമ്പത്തികവും നിരപരാധികളെ ആക്രമിക്കാനുള്ളതാകാൻ പാടില്ല. അവരെ ഏത് നിലയിലും വകവരുത്താനും അവരെ ഒരു മൂലയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് എന്ത് അധർമ്മമായ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് അവരെ ഈ ഭൂമി ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാമെന്ന് നാം ധരിക്കേണ്ടതില്ല. ഒരുപക്ഷെ അവർ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയാലും തീർച്ചയായും അവരുടെ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ലാ യമൂതു ളാലിമുൻ ഫിദ്ദുനിയ ഹത്താ യൻതഖിമുല്ലാഹു മിൻ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതികാര നടപടികൾ ഉണ്ടാകാതെ ഒരക്രമകാരിയും മരണപ്പെട്ടു പോവുകയില്ല എന്നാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ ജാതിയുടെ വേർതിരിവുകളെല്ലാം നാം മാറ്റിവെച്ചുകൊണ്ട്, ഇപ്പോൾ ജാതി പറഞ്ഞിട്ടാണ് ഓരോരുത്തർ പരസ്പരം ആക്രമിക്കുന്നത്, അതല്ലെങ്കിൽ വർഗീയതകൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഭിന്നിപ്പും ശത്രുതയും അക്രമോത്സുകതയുമെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് പരസ്പരം ആക്രമിക്കാനും ചേരിതിരിഞ്ഞക്രമിക്കാനുമെല്ലാം ആളുകളെ പ്രേരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഓർത്തു വെക്കുക, ആരാണോ ഇതിൻ്റെ പിന്നിൽ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത് തീർച്ചയായും പകരം കാലം ചോദിക്കും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് ആദ്യമായി പറഞ്ഞ സംഭവം. ഒരു പാവപ്പെട്ട സാധുവായ ഒരു മത്സ്യക്കച്ചവടക്കാരനായ, ബലം കുറഞ്ഞ ഒരു പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ മത്സ്യക്കച്ചവടം നടത്തുമ്പോൾ അകാരണമായി അധർമ്മപരമായി അക്രമപരമായി അയാളെ അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിനെ പരവശനാക്കിയിട്ട് ആ മത്സ്യം അയാൾ കൊണ്ടുപോയിട്ട് അയാൾക്ക് കഴിക്കാൻ പോലും സാധ്യമായില്ല. മാത്രമല്ല അയാളുടെ കൈ പോലും മുറിച്ചു മാറ്റപ്പെടേണ്ടുന്ന ദുർഗതി അയാൾക്ക് സംജാതമായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിലെയും ലബനാനിലെയും ഗസയിലെയും ഒക്കെ പാവപ്പെട്ട സാധുക്കളായ പിഞ്ചുകുട്ടികളുടെ ശരീരം ഛേദിക്കപ്പെട്ടപ്പോൾ അവരുടെ ശരീരം ചീറ്റിത്തെറിച്ച്, അവരുടെ ശരീരം വെട്ടിമുറിക്കപ്പെട്ട് അതിൽ നിന്നും ചീറ്റിത്തെറിച്ച രക്തത്തുള്ളികൾ, അതോടൊപ്പം തന്നെ അവരുടെ കാലും കൈയും അവരുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ കുഞ്ഞുമക്കളെയും എന്ന് വേണ്ട സകലതിനെയും ഛന്ന ഭിന്നമാക്കിയപ്പോഴെല്ലാം അവർ യജമാനനായ റബ്ബിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു, പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ആ കണ്ണുനീർ തുള്ളികളെല്ലാം ഏഴാനാകാശത്തെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ജഗപരിപാലകനായ ജഗനിയന്താവായ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ സമക്ഷമെത്തിയപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ല, അൻസുറന്നക, നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തു. അത് തീർച്ചയായും അതിശക്തമായ തീജ്വാലകളായി അക്രമികളെ സഹായിക്കാൻ വേണ്ടി ആരെല്ലാം കൂട്ടുനിന്നുവോ അവരെ എല്ലാവരെയും നശിപ്പിക്കുമാറുള്ള തീജ്വാലകളായി ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം ഭയപ്പെടണം സഹോദരങ്ങളെ. അള്ളാഹു അപ്രകാരം തീജ്വാലകളാൽ പരീക്ഷണം അനുഭവപ്പെടുന്ന എല്ലാവരുടെയും പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ നഷ്ടങ്ങളൊക്കെ പടച്ചവൻ നികത്തിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്നിരുന്നാലും പകരം ചോദിക്കപ്പെടാതെ ഒരക്രമകാരിയും ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസിതനാകുകയില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരണുവിൻ്റെ അളവ് പോലും മറ്റുള്ളവരോട് അക്രമം പ്രവർത്തിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ്.
തീർച്ചയായും നാളെ ഖിയാമത്ത് നാളിൽ അത് നമുക്ക് ഇരുളായി ഭവിക്കുമെന്നുള്ളതാണ് സഹോദരങ്ങളെ, ഇരുളായി ഭവിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിലപാടില്ലാത്തവരാകരുത്. ആളുകൾ എന്നോട് നന്മ ചെയ്താൽ ഞാൻ അവരോട് നന്മ ചെയ്യും, അവരെന്നെ ആക്രമിച്ചാൽ ഞാൻ തിരിച്ചക്രമിക്കുമെന്ന നിലപാട് നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. അങ്ങനെയാണ്, എനിക്ക് ഉപകാരം ചെയ്താൽ ഞാൻ ഉപകാരം ചെയ്യും, എന്നെ ആക്രമിച്ചാൽ ഞാനും ആക്രമിക്കും എന്ന നിലപാട് നിങ്ങൾ എടുക്കാൻ പാടില്ല. ആളുകൾ നിങ്ങളോട് നല്ല നിലയിൽ പെരുമാറിയാൽ അതിനേക്കാൾ ഏറ്റവും മെച്ചമായ രൂപത്തിൽ നിങ്ങൾ അവരോട് പെരുമാറണം. നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ തീർച്ചയായും അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ദീനും നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കാരെയും ആക്രമിക്കേണ്ടതില്ലല്ലോ. നമുക്ക് പരാതി പറയാൻ, പരിഭവം പറയാൻ, പാരാതുരം പറയാൻ, നമ്മുടെ മനസ്സകങ്ങളിലെ നീറുന്ന 100,000 പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയറിയുന്ന, നമ്മളെ സൃഷ്ടിച്ച ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പറയാം. അതിന് മാനദണ്ഡങ്ങളില്ല, ഇന്ന സമയമെന്നില്ല, സന്ദർഭങ്ങളെന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പരിഭവങ്ങളെ പങ്കുവെക്കാം. അള്ളാഹു നമുക്ക് നടപ്പാക്കി തരാനുണ്ട്. എല്ലാ ശക്തികളുടെ മേലുമുള്ള ശക്തിയാണ് അള്ളാഹു. എല്ലാ അധികാരത്തിൻ്റെ മുകളിലുമുള്ള അധികാരിയാണ് അള്ളാഹു. എല്ലാം സൃഷ്ടിച്ച് കൃത്യമായി വേണ്ടതുപോലെ കൃത്യസമയങ്ങളിൽ നൽകുന്നവനാണ് യജമാനനായ റബ്ബു തമ്പുരാൻ. അവനുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടണം? ആരെ ഭയപ്പെടണം സഹോദരങ്ങളെ? അക്രമകാരികൾക്ക് അല്ലാഹു കൃത്യമായി മറുപടി നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസദാർഢ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ റബ്ബ് ഗാഫിലല്ല, നമ്മുടെ റബ്ബ് അശ്രദ്ധനല്ല. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. തീർച്ചയായും അള്ളാഹു അശ്രദ്ധനുമല്ല. എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കേൾക്കുന്നവനും യഥാവിധി കാര്യങ്ങൾ നടപ്പിലാക്കുന്നവനുമാണ് യജമാനനായ റബ്ബ്. ആയതിനാൽ നമ്മൾ പരിഭവപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് പരിഹാരം നൽകും. നമ്മുടെ നുറുങ്ങുന്ന പ്രശ്നങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ പറയുക. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്, നമ്മൾ ആരെയും ആക്രമിക്കുന്നവരാകാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും അക്രമ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അതല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ശത്രുതാപരമായി പെരുമാറിയാൽ അവനെ നശിപ്പിക്കണമെന്നുള്ള മോശമായ ചിന്താഗതികൾ നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ചു പുലർത്താൻ പാടില്ല. അങ്ങനെ അവനെ നശിപ്പിക്കാനുള്ള കുതന്ത്രങ്ങളും കുൽസിത ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അവൻ പ്രവർത്തിച്ചത് അവൻ്റെ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരം ഏതാണോ അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ മാന്യതയുടെ സംസ്കാരമുള്ളവരാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമിക്കുക, നല്ലതുപോലെ പെരുമാറുക. എന്നാൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കിടപെടേണ്ടുന്ന നീതിയുടെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ആ നീതിയോടുകൂടെ നാം ഓരോരുത്തരും ഇടപെടണം. ഒരാൾ നിരന്തരമായി നമ്മളെ ആക്രമിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ അയാളുടെ അക്രമം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിവിധികളുണ്ട്. നമുക്കിവിടെ നിയമവും നിയമപാലകരും കോടതിയും മറ്റുമെല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൃത്യമായി അതിൻ്റെ നീതിയുടെ ഉറവിടങ്ങൾ തേടി നമുക്ക് സഞ്ചരിക്കാവുന്നതേയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് ഏറ്റവും നല്ലതുപോലെ നീതി നടപ്പാക്കുന്നവനും. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും മാറ്റി മഹോന്നതിയുടെ ഏറ്റവും വലിയ പർവ്വത സമാനരായി നാം ഓരോരുത്തരും മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെല്ലാം പറ്റിയ പരിശുദ്ധമായ മാസമാണ് പ്രിയപ്പെട്ടവരെ റജബിൻ്റെ അതിശ്രേഷ്ഠമായ ദിവസങ്ങൾ. അൽഹംദുലില്ലാഹ്, റജബിൻ്റെ ശ്രേഷ്ഠകരമായ ദിവസത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളെയും, എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെയും, എല്ലാ ദുഷ്പ്രേരണകളെയും, എല്ലാ അധർമ്മത്തിൻ്റെ എല്ലാ ചിന്തകളെയും, എല്ലാ മോശത്തരത്തിൻ്റെ സങ്കീർണതകളുടെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും മഹോന്നതിയിലേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മാസമാണ്. അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു മാസവുമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. നാഥനായ റബ്ബ് എല്ലാ ദുഷിച്ചതായ സ്വഭാവങ്ങളിൽ നിന്നും മുക്തി നേടി
പരമപരിശുദ്ധരായി തീരുന്ന നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബിലും ഷഅബാനിലുമെല്ലാം അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്ന പരിശുദ്ധമായ റമളാനിൽ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും ഉന്നതരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, മാതാപിതാക്കൾ, അങ്ങനെ ധാരാളം ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സ്വർഗം നസീബാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.